2024 എന്ന വർഷം മലയാള സിനിമയുടെ സുവർണ വർഷമായിരിക്കുമെന്ന വിശേഷണം ഉറപ്പിച്ചുകൊണ്ട് മലയാളത്തിന്റെ ഏറ്റവും പുത്തൻ റിലീസ് ചിത്രം ആട് ജീവിതം വൻ പ്രേക്ഷക ശ്രദ്ധ നേടി വിജയത്തിലേക്ക് കുതിച്ചു പായുകയാണ്. ബ്ലസ്സി എന്ന സംവിധായകന്റെ കൃത്യമായ കാഴ്ചപ്പാടിൽ മനോഹരമായ മേക്കിങ്ങും പൃഥ്വിരാജ് എന്ന നടന്റെ 100% അർപ്പണവും ലഭിച്ചപ്പോൾ ആട് ജീവിതം മലയാള സിനിമയുടെ അഭിമാന വിജയമാകുന്ന കാഴ്ചയാണ് ആദ്യ ദിനങ്ങളിൽ തന്നെ കാണുന്നത്. ചിത്രം റിലീസ് ചെയ്ത മാർച്ച് 28-ന് വേൾഡ് വൈഡ് കളക്ഷനിൽ 16.7 കോടിയാണ് ചിത്രത്തിന് കളക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെസഹ പോലെ മതപരമായ ഒരു വിശേഷ ദിവസവും റമദാൻ നോയമ്പും നിലനിൽക്കെ റിലീസ് ചെയ്തിട്ട് പോലും വളരെ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ കഴിഞ്ഞ ആട് ജീവിതം അടുത്ത ആഴ്ചയോടെ ചിത്രം ഇപ്പോൾ കളക്ട് ചെയ്യുന്ന ഫിഗറിന്റെ 2 ഇരട്ടിയിലേക്ക് കുതിക്കുമെന്നാണ് സിനിമാ നിരൂപകരും തിയേറ്റർ ഉടമകളും വിലയിരുത്തുന്നത്. റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വളരെ മികച്ച റിപ്പോർട്ടാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ഉറപ്പായും ചിത്രം വലിയൊരു ഫിഗറിലേക്ക് എത്തിച്ചേരുമെന്നും സിനിമാ നിരൂപകർ വിലയിരുത്തുന്നുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്ത ചിത്രം കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമെല്ലാം മികച്ച റിപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം ബെന്യാമിന്റെ നോവലിൽ പ്രതിപാദിച്ചിട്ടുള്ള എന്റെ ആടുകൾ എന്ന ഭാഗത്തിലെ നജീബും ആടുകളും തമ്മിലുള്ള ലൈംഗിക രംഗങ്ങൾ ചിത്രീകരിച്ചിരുന്നുവെന്നും നേരത്തെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. എന്നാൽ സെൻസർ ബോർഡിന്റെ ഇടപെടൽ കാരണം ആ രംഗങ്ങൾ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയത് നജീബിന്റെ മരുഭൂമിയിലെ മാനസികാവസ്ഥ അതിന്റെ പൂർണ്ണതയിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നതിൽ നിന്നും ഒരു ചെറിയ രീതിയിൽ പിന്നിലേക്ക് വലിക്കുന്നുണ്ടോ എന്നൊരു സംശയം പലരും ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിൽ ചർച്ച നടത്തുന്നുണ്ട്. എന്നാൽ ചിത്രം ഇപ്പോഴുള്ള വേർഷനിൽ തന്നെ 100% പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുണ്ടെന്നും അതുതന്നെയാണ് ചിത്രത്തിന്റെ ഈ വലിയ വിജയത്തിനെ സൂചിപ്പിക്കുന്നതെന്നും എല്ലാവരും പങ്കുവയ്ക്കുന്നു. ഉറപ്പായും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു വമ്പൻ വിജയം ആട് ജീവിതം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആട് ജീവിതത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റ് സിനിമാ വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.